ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനന്യ ആൻഡ് ഇത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. സോ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങിടാണ്. സോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും എന്നെക്കുറിച്ചും എൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചുമൊക്കെ ഒരു ഐഡിയ കിട്ടും. എല്ലാ ദിവസവും ഒരുപോലെ അല്ല, ബട്ട് നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് കമോൺ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഗെറ്റ് റെഡി നല്ലതൊന്നുമില്ല, സിമ്പിളാണ്. ഞാനിന്നൊരു ടീഷർട്ടും ഈ ഒരു റെഡ് ജീൻസുമാണ് പെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം റെഡിയായി. ഈ ഒരു ജീൻസും ഈ ഒരു ടീഷർട്ടുമാണ്. ആൻഡ് ആക്സസറീസ് ആയിട്ട് ഞാൻ ഈ ഒരു വാച്ചാണ് പെയർ ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ സ്കിൻ കെയർ വളരെ സിമ്പിളാണ്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഒരു ഫ്യൂ ഇയേഴ്സായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോവും ഹൈഡ്രേഷനും ഒക്കെ കിട്ടും. ഒരു നല്ലൊരു തണുത്ത ഒരു എഫക്റ്റൊക്കെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇത്ര ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അത്രയും മതി നമ്മളുടെ ഒരു ഫേസിലും നെറ്റിലും. ഓക്കെ, സോ സി ഒരു ഗ്ലോ വന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡും ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഞാൻ സ്കിന്നിലേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു പെർഫ്യൂമാണ്. ഇത് വിക്ടോറിയ സീക്രറ്റിൻ്റെ വെൽവെറ്റ് പെറ്റൽസ്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഞാൻ എപ്പോഴും യൂഷ്വലി മൈൽഡ് സ്മെൽസാണ് ചൂസ് ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. ഞാനൊരു എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. ആൻഡ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹോബി എൻ്റെ പാഷനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ഏറ്റവും അധികം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റും അതുപോലെ ഡാൻസും ഒക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് അതുപോലെ ഒരു ക്ലാസ് ഉണ്ട് സ്കൂളിൽ. അപ്പോൾ കുട്ടികളുടെ സമ്മർ ക്യാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. സോ നമുക്ക് ഇന്ന് അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോകാം. അപ്പോൾ ബാക്കി വിശേഷം അവിടെ വെച്ച്. അങ്ങനെ നമ്മൾ നമ്മളുടെ സ്കൂളിലെത്തി. ഇതാണ് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ പള്ളിമൺ. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ എൻ്റെ സമ്മർ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിനാണുള്ളത്. ഈ സ്കൂളാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു സ്കൂളാണ്. ഒരു എക്കോ ഫ്രണ്ട്ലി സ്കൂളാണ്. ഇതാ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു വലിയ ബുദ്ധയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കിൻഡർ ഗാർഡനിലേക്കുള്ള എൻട്രൻസ് ആണ്. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്കൂളാണ്. ഈ എൻട്രൻസിൽ തന്നെ ഒരു അക്വേറിയം ഉണ്ട്. പോരാത്തതിന് അവിടെ ഒരു ബാക്കിലായിട്ട് ഒരു ബേർഡ്സിൻ്റെ കേജൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഇതാണ് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ക്ലാസ്സൊക്കെയാണ്. അപ്പോൾ രാവിലെ കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രെയർ കഴിയുമ്പോൾ ഉടനെ അവർക്ക് ഒരു സൂംബയോ യോഗ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഇന്ന് അവർക്കുള്ളത് സൂംബയാണ്. അങ്ങനെ മോർണിംഗ് സൂംബയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അടുത്തൊരു ആക്ടിവിറ്റി, ഒരു സ്പൂൺ ആക്ടിവിറ്റി കൊടുത്തു. അപ്പോൾ കുട്ടികളെ ഫിസിക്കലിയും കൂടി ഇൻവോൾവ് ചെയ്ത് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. വെക്കേഷൻ ക്ലാസ് കൂടി ആയതുകൊണ്ട് അതർ ദാൻ സ്റ്റഡീസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലാണ് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്.
അപ്പോൾ സൂൺ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചതെന്ന് പറയുന്നത് ഒരു പേപ്പർ കപ്പും സ്ട്രോയും വെച്ചിട്ടുള്ളൊരു ഫ്ലവർ മേക്ക് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്ന് ചെയ്യുമായിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ കപ്പും സ്ട്രോയും വെച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് ആ ഫ്ലവറിൻ്റെ ക്രാഫ്റ്റ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊരു വാച്ച് വാങ്ങാനായിട്ട് ഞങ്ങൾ ടൈറ്റൻ്റെ ഷോറൂമിൽ പോയി. അപ്പോൾ അവിടെ നല്ല ബ്യൂട്ടിഫുൾ വാച്ച് കളക്ഷൻസൊക്കെ കണ്ടിട്ട് അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഞാൻ എടുത്തത്. കുറേ ബ്യൂട്ടിഫുൾ വാച്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ടൈറ്റനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഓച്ചിറപ്പള്ളിയിൽ പെരുന്നാൾ കാണാനായിട്ട് പോയി. അങ്ങനെ റോഡിൽ നിന്ന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ രാത്രിയിൽ. അപ്പോൾ ഇതാണ് പള്ളി തന്നെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. റോഡിലൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഒക്കെ മൊത്തം കടകളും, അങ്ങനെ നല്ലൊരു രസമുണ്ടായിരുന്നു. വേറൊരു വൈബ് തന്നെയായിരുന്നു രാത്രി അവിടെ. അപ്പോൾ അമ്മയ്ക്കൊരു സാധനം വാങ്ങാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ചെന്ന സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പോൾ ഞങ്ങളും കൂട്ടത്തിൽ കഴിക്കാമെന്ന് കരുതി. അവിടെയും ആ ഹോളിൻ്റെ അകത്തും നല്ല തിരക്കായിരുന്നു. ഇത്രയും നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് ലാസ്റ്റ് ബ്രെഡും ചിക്കൻ കറി സാലഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് കണ്ട കുറേ ഷോപ്സാണ് ഇതൊക്കെ. കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഗേൾസിന് പെട്ടെന്ന് കണ്ടാൽ അട്രാക്റ്റ് ആവുന്ന പോലെ കുറേ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ ഇതേപോലെയുള്ള കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും നിന്നിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് ഞങ്ങൾ രാത്രി വന്നതിന് ശേഷം ഞാൻ എൻ്റെ പെറ്റിനെയും കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് 2 പെറ്റ്സ് ഉണ്ട്. ഒരു ക്യാറ്റും ഉണ്ട്, കിച്ചു. ഇതെൻ്റെ സ്ക്വിറലാണ്. ഇവൻ ന്യൂ മെമ്പറാണ്, ശംഖു എന്നാണ് പേര്. അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ആൾക്ക് കുറച്ച് നേരം കളിക്കണം. അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്.